ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശം. അപ്പോൾ ഇന്ന് ഇവരുടെ എങ്ങോട്ടോ ഉള്ള ഗ്രൂപ്പുകളിൽ ചർച്ച ഇന്നും എന്നെക്കുറിച്ച് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഇവരുടെ വലിയ വലിയ ലീഡർമാർ, കോടിപതികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വേറെ കമ്പനി തുടങ്ങി അവരവരുടെ പാട്ടിന് പോയി ഇവന്മാരുടെ നെഞ്ഞത്ത് നൃത്തം ചവിട്ടുന്നു എന്ന് പറഞ്ഞതിനെ പറ്റിയായിരുന്നു ചർച്ച. അവർ പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യരുത് എന്നാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ എന്തോ ഒരു ഭിന്നിപ്പുണ്ട്. പൈസ പോയവരും പൈസ ഉണ്ടാക്കിയവരും തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ട്. ഇവരെല്ലാവരും ഒരേ ഫാമിലി അല്ലേ, കുടുംബമല്ലേ, അന്നമ്മയും ചിന്നമ്മയും ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. എനിക്ക് എന്തോ കിട്ടാനുണ്ട് പോലും, ഇവരിങ്ങനെ എന്തോ തമ്മിൽ തല്ലിപ്പിച്ചിട്ട് എന്തോ കിട്ടാനുണ്ട് പോലും അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഗ്രാവിറ്റി മെറ്റ ചെയ്യുന്ന ടീമിൽപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പേർ മാത്രമേ ഈ കമ്പനിയെ വരുമെന്ന് വിചാരിച്ച് നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ മനസ്സിലായി. ഇവർ ചെയ്തിരുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള മണി ചെയിൻ ആണെന്ന് ഇവർക്ക് മനസ്സിലായി. പിന്നെ അവർ അവിടെ നിന്നോട്ടെ, അത് വിചാരിച്ചിട്ട് നമുക്ക് അവരെ കൂടെ നിൽക്കാൻ സാധിക്കില്ല. നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതും മണി ചെയിൻ തന്നെയായിരുന്നു, ഇതും മണി ചെയിൻ തന്നെയാണ്. പക്ഷേങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വിദേശത്താണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഒരിക്കലും പിടിക്കപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ആരെയും നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇല്ലാത്തവരെ കഞ്ഞിക്ക് വകയില്ലാത്തവരെയൊന്നും നമ്മൾ ഇതിൽ നിർബന്ധിക്കുന്നില്ല. കാര്യങ്ങൾ പറയും, ഇതിങ്ങനെയൊക്കെയാണ്, താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇതിൽ പൈസ ഇനിയിപ്പം ഇത് പൊട്ടിപ്പോയാലും ആരും തന്നെ പരാതിയായി പോവില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. എന്തുകൊണ്ട് ഈ കോടികൾ ഉണ്ടാക്കിയ ആൾക്കാർ ഇവരെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇവരെ കൂടെ ആയി പോയി കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ ഇത് തട്ടിപ്പായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ നമുക്കെല്ലാം ഒരാളെ പറയാനുണ്ട്, ശ്രീനയെയോ അല്ലെങ്കിൽ പ്രതാപിനെയോ പറഞ്ഞിട്ട് നമുക്കിത് അവരാണ് ഇതിൽ ചെയ്തിരുന്നത്, അവർ നമ്മളെ ധരിപ്പിച്ചിരുന്നത് എല്ലാം ലീഗലാണ്, പക്കയാണ്, ലീഗൽ ടീമുണ്ട് എന്നൊക്കെയാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. പക്ഷേ എങ്കിൽ നമുക്ക് പിന്നെയാണ് മനസ്സിലായത് ഇതൊന്നുമില്ല, ഇത് ഫുൾ പ്രൊമോഷൻ മാത്രമായിരുന്നു. മറ്റുള്ളവരുടെ പണം വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിപാടിയാണ് എന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ കാത്തു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ഗ്രാവിറ്റി മെറ്റ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ബാങ്കിൽ കിടക്കുന്ന പൈസ ഇട്ടിട്ട് അതിൻ്റെ 5 ലക്ഷത്തിനെ 55 ലക്ഷം ആക്കാൻ ഉദ്ദേശിച്ചവർക്ക് പൈസ തിരിച്ച് കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. നമുക്ക് ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കപ്പെട്ട് ആഭരണങ്ങൾ വിറ്റ് അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി സുരുക്കൂട്ടി വെച്ച അല്ലെങ്കിൽ ഇവരുടെ വാക്ക് കേട്ട് ലോൺ എടുത്ത ആൾക്കാർക്ക് അത് തിരിച്ചടക്കാനുള്ള എന്തെങ്കിലും ഒരു ആശ്വാസം എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ തമ്മിൽ തല്ലിപ്പോലൂ കെട്ടിപ്പിടിച്ചു പോലൂ അതൊന്നും നമ്മുടെ കാര്യമല്ല. നിങ്ങൾക്ക് വേണ്ടുന്നവർ അവരവരുടെ, ഇന്ന് എന്നോടൊരു സ്ത്രീ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ കിട്ടുന്നില്ലെങ്കിൽ കിട്ടണ്ട, പോയിക്കോട്ടെ, നമുക്ക് വേറെ കേസിന് പോകാനൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ള രീതിയിലാണ്. നല്ല തീരുമാനം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി വന്നു വരുന്നവരുടെ വായിലേക്ക് വീണ് കൊടുക്കണം എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞത്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവാത്തവരോട് അവർക്ക് അവരുടെ വിധി എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈ.